വെൽക്കം ബാക്ക്. അപ്പോൾ റീനു ടൂറൊക്കെ പോയതിന് ശേഷം എന്താ റോസും റൂഹിയും മാത്രമായി റൂമിൽ. പിന്നെ ഇന്ന് ഞങ്ങൾ ജിമ്മിന് പോയപ്പം റൂഹിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓടിക്കളിച്ച് വന്ന പാടന്നെ കിടന്നുറങ്ങി കേട്ടോ. മഗ്‌രിബിൻ്റെ സമയത്ത് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ തന്നെ കിടന്നുറങ്ങി. ആണോ? പോയിന്ന് ഫുഡൊന്നും കഴിക്കാണ്ട് നല്ല ഉറക്കത്തിലാണ്. നാളെ മോർണിംഗിലോട്ട് ചെറുപയർ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ജിമ്മിനൊക്കെ പോകുമ്പം കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ ചെറുപയർ കറി ഉണ്ടാക്കാൻ വിചാരിക്കണത് ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് രാത്രിയാണ് എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള സമയം കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞളെണ്ണ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികളൊക്കെ എപ്പോഴും പറയുന്നതാണ് റീനും റോസൊക്കെ മഞ്ഞളെണ്ണ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. അതാവുമ്പോഴേ മഞ്ഞൾ തേക്കുന്നതിനേക്കാളും നല്ലതാണ് മഞ്ഞളെണ്ണ തേച്ച് കൊടുക്കുന്നത്. മഞ്ഞളുടെ ഗുണം കൂട്ടും ചെയ്യും. എന്നാൽ പിന്നെ കഴുകി വൃത്തിയാക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ. ഞാൻ മുമ്പ് റൂഹിമോൾ ചെറിയ കുട്ടിയായ സമയത്ത് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 4-5 വർഷം മുമ്പ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ എടുക്കുന്ന ഈ ഒരു മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, സാധാ മഞ്ഞൾപ്പൊടി എടുക്കരുത്. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി സ്പെഷ്യലായിട്ട് ഇക്കാക്ക് വേണ്ടി വരുത്തിച്ചാണ്. അത് നല്ല മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടി പാക്കറ്റ് മഞ്ഞൾപ്പൊടി എടുക്കരുത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി ഇല്ലേ, വീട്ടിലുള്ള മഞ്ഞൾ വെച്ചിട്ടുണ്ടാക്കുന്ന അതെടുത്തോളൂ. പിന്നെ അല്ലെങ്കിൽ പച്ചമഞ്ഞൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് അതെടുക്കുക. പിന്നെ ഞാൻ അതിലോട്ട് ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണയും നമ്മൾ എണ്ണ ആട്ടിച്ച് കൊണ്ടുവന്നല്ലോ, വെളിച്ചെണ്ണ നമ്മളാക്കിയതാണ്. അപ്പം ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കുക. അതായത് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന വെളിച്ചെണ്ണ തന്നെ എടുക്കുക. അല്ലെങ്കിൽ പിന്നെ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുക, തേങ്ങ പാൽ വെച്ചിട്ട്. അപ്പോൾ അത് വെളിച്ചെണ്ണ ഇതിപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. വെളിച്ചെണ്ണ ഞാൻ 700 ml വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 6 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് വളരെ കുറച്ച് വെള്ളത്തിൽ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. നമ്മൾ അരച്ച പരുവത്തിൽ പോലെ ആക്കിയെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് ഈ വെളിച്ചെണ്ണയും ഈ മഞ്ഞൾപ്പൊടി മിക്സ് ആക്കിയതും കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത ശേഷം വേണം ഫ്ലെയിം ഓൺ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മഞ്ഞളെണ്ണ റെഡിയാവും, മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട്. ഇനി നമ്മൾ പച്ചമഞ്ഞൾ അരച്ചിട്ടൊക്കെയാണ് ആക്കുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താ ഇതുപോലെ ഇങ്ങനെ പത പൊങ്ങി വരൂലേ, ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചില്ല എന്നാണെങ്കിൽ മേലൊക്കെ പൊങ്ങിയിട്ട് പുറത്തേക്ക് തൂവിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം പത വരുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം വേണമെങ്കിൽ ഓഫാക്കാം. എന്നിട്ട് എന്താ പറയുക, ഇളക്കിക്കൊണ്ടേ അല്ലെങ്കിൽ പുറത്തേക്ക് തൂവി പോകും. വലിയ പാത്രം തന്നെ എടുക്കുക കേട്ടോ. കുറച്ച് എണ്ണ ഉള്ളെങ്കിലും വലിയ പാത്രം എടുക്കുക കേട്ടോ. ഇത് എണ്ണ കാച്ചുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അതാ നമ്മൾ മഞ്ഞളെണ്ണ ഏകദേശം റെഡി ആവുന്നുണ്ട്. എങ്ങനെയാണ് മനസ്സിലാവുമെന്ന് വെച്ചാൽ ഈ പതൊക്കെ പോയിട്ട് അതിങ്ങനെ ക്ലിയർ ആയി വരും. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എണ്ണ റെഡി ആയത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പത കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടി ഒന്നിങ്ങനെ ക്ലിയർ ആയിട്ട് വരും കേട്ടോ. നമ്മൾ മഞ്ഞളെണ്ണ ഏകദേശം സെറ്റായിട്ടുണ്ട്. മൊത്തത്തിൽ വല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കേണ്ട. അതിൽ ആ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ്. ഈ ഒരു പരുവത്തിൽ മതി. വല്ലാണ്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മൂപ്പ് കൂടിപ്പോവും. അപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിലാണ് ആക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു എണ്ണൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞളുടെ ഗുണം കിട്ടും ചെയ്യും. മഞ്ഞൾ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സിലാണ്. വെളുക്കാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് കേൾക്കാണ്ട്. പക്ഷേ വെളുക്കാൻ നമ്മളിപ്പോൾ എന്ത് തേച്ചിട്ടും കാര്യമില്ല. പക്ഷേ നമ്മുടെ മുഖത്ത് നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. മുഖത്ത് കറുത്ത പാടുകൾ, പ്രശ്നങ്ങളൊക്കെ പോകും. മുഖത്തും ദേഹത്തൊക്കെ തേച്ച് കൊടുക്കാം. ചെറിയ കുട്ടികൾക്ക് വരെ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ റൂയിമോൾക്ക് 1 വയസ്സായ സമയത്തൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മഞ്ഞൾക്ക് ചില കുട്ടികൾക്ക് ഒരു അലർജിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കാം. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാനത് പാത്രത്തിലോട്ട് ആക്കിയെടുക്കുന്നത്. റൂയി ഉറങ്ങിയില്ലേ? റൂയി എന്തിനാ ഉറങ്ങി ഇന്നലെ? ആ, റൂയി കിടന്ന് ഉറങ്ങി. നമ്മൾ ഡ്രസ്സ് മാറ്റി നിന്നപ്പോൾ റൂയിമോൾ ഉറങ്ങി. ഭക്ഷണം വെച്ചിട്ട് പോവാ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് പോവാ. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ഉണ്ടാക്കട്ടെ അമ്മ. പക്ഷെ രാവിലെ എണീക്കൂലേ, നേരത്തെ നീക്കും. സ്കൂളില്ലെങ്കിൽ പ്രത്യേകിച്ച് രാവിലെ നീക്കും. TV കാണാൻ. ഊയ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ല, കഴിച്ചിട്ട് പോവാ. എന്താ ഉള്ളത്? ചോക്ലേറ്റ് ജ്യൂസ്, സ്ട്രോബെറി ജ്യൂസ്
ഇപ്പത്തേം കാണില്ല. ഇനിയിപ്പോൾ വിശന്നിട്ട് വിശപ്പിൻ്റെ ഊക്കാണത്. വിശന്നിട്ട് ഇന്നലെ ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ഈ നേരെ കിടന്നില്ലേ? എപ്പോ ഇവിടുന്ന് നല്ല കുട്ടി അതൊക്കെ അറിയൂലേ? എന്നാ കുടിക്ക്. ആ റൈറ്റിട്ട് കുടിക്കണോ? ഇത് റൈറ്റ് അല്ലേ? എന്നാ അത് കുടിക്കണ്ട, മറ്റേത് കുടിക്കാൻ. അപ്പോൾ നമ്മുടെ മഞ്ഞളെണ്ണ ഇതാ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അടിയിൽ അതിൻ്റെ ആ ഒരു കാരുണ്ടല്ലോ അതവിടെ കിടപ്പുണ്ട് കേട്ടോ. അതും നമുക്ക് ദേഹത്ത് തേക്കാനൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ സാധാ പച്ചമഞ്ഞളൊക്കെ മുഖത്ത് തേച്ചാൽ അത് കഴുകി കളയാനൊക്കെ കുട്ടികളൊക്കെ ഭയങ്കര പാടാവും. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് എണ്ണ തേക്കുന്ന പോലെ മുഖത്തും ദേഹത്തും ഒക്കെ തേക്കാം. എന്നിട്ട് കടലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും തേച്ചിട്ട് കളയാം. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാണ്, വൈകുന്നേരമാണ് ഞാൻ തേച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ സൂര്യപ്രകാശം തട്ടാണ്ടിരിക്കാനും നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ തേച്ച് കഴുകിയ പാടന്നെ വെയിലത്തോട്ട് ഇറങ്ങരുത്. മുഖത്തും ദേഹത്തുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ മഞ്ഞളെണ്ണ. അപ്പോൾ നല്ല എളുപ്പമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ ആണെങ്കിലും മഞ്ഞൾപ്പൊടി ആണെങ്കിലും പുറത്തുനിന്നുള്ളത് യൂസ് ചെയ്യരുത്, നമ്മൾ വീട്ടിലുള്ളത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഈ ഒരു വീഡിയോ നമ്മൾ വേറെ ദിവസം എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ വീട് പണീൻ്റെ അവിടേക്ക് പോയതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ സോളാർ വെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോളാർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പലരും സോളാർ വെക്കാൻ മടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംശയങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ എഞ്ചിനീയറിനെയും ആർക്കിടെക്റ്റിനെയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇക്കും അവരും പിന്നെ സോളാറിൻ്റെ ആ ഒരു ടീമിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ആ ഡിസ്കഷൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അതോടെ തീരും കേട്ടോ, സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ. അതിൻ്റെ മുമ്പ് നമുക്ക് നമ്മുടെ വീടിൻ്റെ സ്റ്റേജ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു കയറ്റവും ഒരു സ്ലോപ്പിംഗ് ഒക്കെ വന്നില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ മതിലൊക്കെ വരുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വീടിൻ്റെ അകത്തുള്ള പണികൾ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവിടെ ഇനിയിപ്പം വലിയൊരു ടാസ്ക് ഈ മതിൽ പണി തന്നെയാണ്. ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം മതിൽ കെട്ടുണ്ട് ഇവിടെ. അപ്പോൾ മതിൽ പണിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിൽ അത്യാവശ്യം കയറ്റി കെട്ടാനൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇതിപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് പൊളിഞ്ഞ് വീഴാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് താഴെ നിന്ന് തന്നെ പൊക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് പിന്നെ ഇവിടെ അകത്ത് കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം കേട്ടോ, കാണിച്ചു തരാം. നമ്മളെ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൽ നോക്കിയാലുള്ള വ്യൂ ആട്ടോ, നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് നോക്കിയാലുള്ള വ്യൂ ആണിത്. അപ്പം അവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് നല്ല വൃത്തിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മാസ്റ്റർ ബെഡ്റൂമൊക്കെ ഞാൻ പലതവണ കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങനെ കാണിച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. പലരും പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നോട്. എനിക്കിതിൻ്റെ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. കാരണം ഞങ്ങൾ വീട് പണി നടത്തുന്ന സമയത്ത് ഞങ്ങൾ യുഎയിലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണെന്നൊന്നും ആധികാരികമായി പറയാൻ അറിയില്ല. എന്തായാലും ഞാൻ നമ്മുടെ ആർക്കിടെക്റ്റിനെയും എഞ്ചിനീയറിനെയും കൂടെ എടുത്തിട്ട് ഞാൻ ബാക്കി വിവരങ്ങളൊക്കെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെ തരേണ്ടത് ഇൻഷാ അല്ലാഹ്. പിന്നെന്താ, പിന്നെ നമ്മുടെ വീടിൻ്റെ എവിടെയാണ് ഈ സോളാർ വെക്കുന്നുണ്ടെങ്കിൽ വേണ്ടത്, ഏത് പൊസിഷനിലാണ് വെക്കാൻ പറ്റുക എന്നൊക്കെ അവർ നോക്കുക. എവിടെ നിന്നാണ് വെയിൽ വരുന്നതൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ അതിനവർ കയറിപ്പോയതാണ്. അപ്പം ഇവിടേക്കുള്ള കീ എൻ്റെ അടുത്താണ്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ യൂട്ടിലിറ്റി ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് മേലേക്കൊന്ന് പോയി നോക്കിയതാണ്. മേലെ റൂംസിലൊക്കെ ഒന്ന് പോയി നോക്കിയാണ്. അവിടേക്ക് ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം പിന്നെ നിങ്ങൾക്ക് ശരിക്കും പോലെ കാണുമ്പോൾ ഒരു ബോറിംഗ് ആവും. അപ്പം ഈ റൂമൊക്കെ നല്ലൊരു വലുപ്പമുള്ള റൂമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൂടി വന്നപ്പോൾ ഇൻറ്റീരിയർ വർക്ക്സ് കഴിഞ്ഞപ്പോൾ. ഇപ്പം ഉള്ള വർക്ക് വീടിൻ്റെ അകത്ത് 1-2 പണിക്കാരുണ്ട്. പുറത്താണ് കൂടുതലും പണിക്കാരുള്ളത്. അത് വീടിൻ്റെ മുറ്റം പണി, ലാൻഡ്സ്കേപ്പിംഗ് റിലേറ്റഡ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലായിടത്തും കാണുന്ന കൂട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും നമ്മുടെ വീട് കാണുന്നത് കേട്ടോ. അതായത് ഞാൻ കാണുന്നത് എന്താണോ അതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ നമ്മുടെ സോളാറിൻ്റെ ടീമും നമ്മുടെ ടീമും എല്ലാവരും ഉണ്ട് അവിടെ ബാക്ക് സൈഡിൽ. അപ്പോൾ അവിടേക്ക് പോകാൻ ഇറങ്ങിയതാണ്. അപ്പം ഈ ഒരു വണ്ടി അവിടെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു.
അപ്പോൾ ഇതാ നേരെ പോകണവർ അവിടെ ഡിസ്കഷനിലാണ്. പിന്നെ സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ വെക്കണ്ടെന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിൽ അറിയാനുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കണ്ടുനോക്കും. നമ്മളെ വീടിൻ്റെ എഞ്ചിനീയറാണ്, നമ്മളെ വീടിൻ്റെ ആർക്കിടെക്റ്റാണ്. അപ്പം നമ്മൾ വീട്ടിൽ സോളാർ വെക്കുന്നതിനെ പറ്റിയിട്ട് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇപ്പം സോളാർ റിലേറ്റഡ് കുറേ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പം നിലവിലുള്ള ഇഷ്യൂസുകളൊക്കെ താൽക്കാലികം കോടതി മരവിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ ഇപ്പോൾ നിലവിൽ പഴയ ഇതുവരെ ഉണ്ടായിരുന്ന അതേ കണ്ടീഷൻ തന്നെയായിരുന്നു. വന്നിരുന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് വീടുകൾക്ക് ഉണ്ടായിരുന്ന ഇപ്പോൾ 1 കിലോ വാട്ട് മുതൽ 1000 കിലോ വാട്ട് വരെ നെറ്റ് റീഡിങ് സിസ്റ്റമാണ്. നെറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നെറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന യൂണിറ്റിനെ യൂണിറ്റായി തിരിച്ചു തരാം. അതിന് ഇപ്പോൾ പുതിയ സിസ്റ്റം ഒരു കൊടുക്കുന്നത് നെറ്റ് റീഡിങ്ങിന് പകരം നെറ്റ് ബില്ലിംഗ് എന്ന സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത്. അത് നിലവിൽ വന്നിരുന്ന 3 കിലോ വാട്ട് മുതൽ മുകളിലോട്ട് ഒക്കെ നെറ്റ് റീഡിംഗ് സിസ്റ്റം കൊണ്ടുവരണം, നെറ്റ് ബില്ലിംഗ് സിസ്റ്റം കൊണ്ടുവരണം. നെറ്റ് റീഡിംഗ് മാറണമെങ്കിൽ 5 കിലോ വാട്ട് മുതൽ ഹൈബ്രിഡ് എന്നുള്ള സിസ്റ്റം വന്നിരുന്നു. ആദ്യത്തെ കരട് നിയമം അതായിരുന്നു. അതിൽ പിന്നെ നിയമമായിട്ട് വന്നു, കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് വന്നത്. ആ വന്ന നിയമം എന്താണെന്ന് വെച്ചാൽ നിലവിൽ 10 കിലോ വാട്ട് വരെ ഓൺ ഗ്രിഡിന് നെറ്റ് റീഡിംഗ് സിസ്റ്റവും 10 കിലോ വാട്ടിൻ്റെ മേലേക്ക് 20 കിലോ വാട്ട് വരെ ഹൈബ്രിഡിൽ നെറ്റ് റീഡിംഗ് സിസ്റ്റവും അതിൻ്റെ മേലേക്ക് കംപ്ലീറ്റ് വരുന്നത് നെറ്റ് ബില്ലിംഗ് സിസ്റ്റം. അപ്പോൾ നെറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന യൂണിറ്റിന് ക്യാഷായിട്ട് തരുന്നു. നമ്മൾ എടുക്കുന്ന യൂണിറ്റിന് ക്യാഷായിട്ട് എത്രയാണോ യൂണിറ്റ് റേറ്റ് അതുപോലെ കൊടുക്കും. നെറ്റ് ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന യൂണിറ്റിന് യൂണിറ്റായിട്ട് തന്നെ നമുക്കൊരു വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിൽ തിരിച്ചെടുക്കാനുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്ന നിയമം ഇവർ കൊടുന്ന നിയമത്തെ ഇപ്പോൾ കംപ്ലീറ്റ് കോടതി മരവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന അതേ നിയമം തന്നെയാണ്. അപ്പോൾ പല ചാനൽസിലും ഇപ്പം സോളാർ വെക്കേണ്ട അങ്ങനത്തെ കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇപ്പം വന്ന ഈ ഒരു എന്താ പറയുക, ഞങ്ങൾ സ്റ്റേ ചെയ്തെന്നല്ല പറഞ്ഞത്, അതൊന്നും ഇപ്പം ആരും പറയുന്നില്ല. അപ്പം ഇപ്പം കേൾക്കുന്നവർ വിചാരിക്കും സോളാർ ഇനിയിപ്പം ആരും വെക്കുന്നുണ്ടാവില്ല. ഇതിപ്പോൾ പറയുമ്പോൾ എല്ലാവരും ആ ഒരു രീതിയിലായിരിക്കും എടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഇതിൽ ഈ KCB എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു ഇതിലുള്ളതായതുകൊണ്ട് ഏത് സമയത്തും അവർക്ക് ആനുകൂല്യമുള്ള ഇതിലേക്ക് മാറാം. ഇപ്പൊ തൽക്കാലം സ്റ്റേ ചെയ്തിങ്ങനെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. മറ്റേ അഭിപ്രായം ഉണ്ടാവുക, അത് ഗവൺമെന്റിന് ബെനിഫിറ്റ് ഉള്ള രൂപത്തിലേക്ക് തന്നെ എങ്ങനെയാലും മാറ്റാനുള്ള ശ്രമം ഉണ്ടാവുക. അതൊരു പൊതുവായിട്ടുള്ള ഞാൻ കാണുന്നതിൽ ഉറപ്പിച്ച് പറയാൻ പറ്റൂല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെന്റിന് നഷ്ടപ്പെടാത്ത ഒരു രൂപത്തിൽ അവരെന്തായാലും ആ രൂപത്തിലോട്ട് അങ്ങോട്ട് അത് മാറ്റി. ഇപ്പം പറഞ്ഞ ലാസ്റ്റ് അവസാനം വന്ന നിയമത്തിലോട്ടോ അല്ലെങ്കിൽ അതിലപ്പുറമായിട്ടുള്ള നിയമത്തിലോട്ടോ എന്ത് മാറിയാലും നമ്മൾക്ക് പ്രതീക്ഷ കൈവിടണ്ട. എന്നാലും അങ്ങനെ മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. KCB 27 ഇതും കൂടെ പറയുന്നില്ല, ഈ 5 കിലോ വാട്ടിന്റെ ഇതിലും കൂടെ ഇത് മാറുന്നു. അതായത് 5 കിലോ വാട്ടിലേക്ക് പിന്നെ 3 ഫേസ് മീറ്ററുകൾ കൊണ്ടുവരണം എന്നുള്ളത്, അതായത് മിനിമം 5 കിലോ വാട്ടിൽ 3 ഫേസ് ആക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ 5 കിലോ വാട്ട് മുതൽ തന്നെ ഹൈബ്രിഡിലേക്ക് പോകണം എന്നുള്ളതുമാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ നിയമങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും കൊണ്ടുവരാൻ കഴിയുന്ന വിഷയങ്ങളല്ല. ഇപ്പം നിലവിൽ വന്ന നിയമങ്ങളെ അപേക്ഷിച്ചിട്ട് എല്ലാം സ്റ്റോപ്പാണെങ്കിലും സാറ് പറഞ്ഞ പോലെ തന്നെ KCBക്ക് ഏത് സമയത്തും കൊണ്ടുവരാം എന്നുള്ള വിഷയങ്ങളാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ഒരു 2030-50 ഒരു വിഷൻ ഉണ്ട് ഇവിടെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് എന്തായാലും ഒരു ഇതുണ്ടാവും. ഇപ്പം നിലവിൽ നമ്മളെ കേരളത്തിലൊരു കമ്പനി മാത്രം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ. എന്നാട്ട് തമിഴ്നാടോ കർണാടകയോ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇത്രയും ഇഷ്യൂസുകളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് ഓർക്കം ചെയ്ത് പോകാനുള്ള അടുത്ത സംവിധാനങ്ങളും വരും. സ്വാഭാവികമായിട്ട് ക്യാരി ഫോർവേഡിന്റെ ഇതിനെന്തെങ്കിലും വിഷയമുണ്ടോ? മീൻസ് നമ്മളിപ്പം എനർജി ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ അതിനെന്തോ ചാർജസ്, അത് പുതിയ നിയമത്തിൽ വന്നതാണോ അതോ നേരത്തെ തന്നെ ഉള്ളതാണോ? അല്ല, ക്യാരി ഫോർവേഡ് ഇപ്പം നിലവിലുണ്ടായിരുന്നത് നമുക്ക് ഒരു വർഷം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് തന്നെയായിരുന്നു നിലവിൽ. ഇപ്പോൾ അത് ഒരു മന്തിൽ കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായം വന്നു. മന്തിൽ വെച്ച് ക്ലോസ് ചെയ്തു, അതുവരെയുള്ള സെറ്റിൽമെൻറ്റിൽ ക്ലിയർ ചെയ്ത് പോകാൻ. അതിന് 2-3 കാരണങ്ങളുണ്ട്. ചിലവർക്ക് മന്ത്ലി സെറ്റിൽമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിക്സ്ഡ് ചാർജ് ഇറക്കണത് ഒഴിവാക്കാം എന്നുള്ള നിലക്കാണ് അങ്ങനെ ചർച്ചകൾ നടന്നത്. അപ്പോൾ 2 രീതിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. 2 ഓപ്ഷൻ സെലക്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇപ്പം നിയമങ്ങളൊക്കെ പഴയ മാതിരി നിൽക്കുന്നതുകൊണ്ട് ആ നിയമത്തെക്കുറിച്ച് നമ്മൾ പറയാൻ വയ്യ. KCB ഇനി ഇപ്പോൾ കൊടുന്നീന്ന നിയമം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 10 കിലോ വാട്ട് വരെ ആ ബാധകമല്ല, 20 കിലോ വാട്ട് ഓൺ ഗ്രിഡും ബാധകമല്ല. പിന്നെ കൊമേഴ്സ്യലിൽ കൊടുന്നീന്ന നിയമങ്ങളാണ്. എങ്ങനെ വന്നാലും ഇതിന് ആവറേജ് കസ്റ്റമറും ഫേവറുള്ള രീതിയിൽ തന്നെ വരാനുള്ള സാധ്യതയുള്ളൂ. KCBൻ്റെ സൈഡൊക്കെ നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെ കസ്റ്റമറുടെ സൈഡുകൾ നോക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും സോളാറിന് അങ്ങനെ മരവിച്ച് നിർത്താനൊന്നും കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം.
ഇനി നാളെ നിങ്ങൾ സാറ് പറഞ്ഞ മാതിരി ചിലപ്പം പല രീതിയിലും അവർക്ക് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും. ഇല്ലയെന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഒരു ശ്രമം നടത്തിയാലോ അതിൻ്റെ ഒരു നമ്മളൊരു ഉണ്ടാവും. അത് പ്രതീക്ഷിക്കണം. ഇല്ലയെന്നൊന്നും നമ്മൾ പറയാൻ തയ്യാറല്ല. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഗവൺമെൻറ് അതിൽ ഇടപെടും. നമുക്ക് 2040 നമ്മളൊരു വിഷൻ നമ്മൾ മുന്നിൽ 2050 ഒരു വിഷൻ നമ്മൾ മുന്നിലുള്ളതുകൊണ്ട് തന്നെ എന്തായാലും KCB സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളത്. ഇനി അതിലേറെയൊക്കെ നല്ല സംവിധാനങ്ങൾ ഇവിടെ വരാൻ പോകും. KCBൻ്റെ അണ്ടറിൽ നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ അണ്ടറിൽ പവർ ബാറ്ററി ബാങ്കുകൾ വരലും ബസ് സിസ്റ്റം വരലും അങ്ങനെയൊക്കെ ഇനി അടുത്തൊരു ഫീച്ചർ അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന യൂണിറ്റിന് ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ അണ്ടർ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് നൈറ്റിൽ തിരിച്ചു തരുന്ന രീതി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ രാജ്യത്തിന് കറണ്ട് വാങ്ങിക്കലൊക്കെ ഒഴിവാക്കി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ ഈ സോളാർ ഇപ്പോൾ ഡേ ടൈമിൽ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യണത് പീക്ക് ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം അതിൽ ഡിഫറൻസ് മീൻസ് കണക്കാക്കുന്നതിൽ വ്യത്യാസം ഉണ്ട്. ഇപ്പം നിയമങ്ങൾ അതൊന്നുമില്ല. അങ്ങനത്തെ പ്ലാനിങ്ങുകളൊക്കെ ഒരു കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് TOD മീറ്റർ സിസ്റ്റമാണ്. TOD മീറ്റർ സിസ്റ്റം തന്നെ 3 റീഡിംഗ് ആണ്. ആ 3 റീഡിങ്ങിൽ നമ്മൾ ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കൊടുത്ത യൂണിറ്റിനെ തന്നെ തിരിച്ചെടുക്കാൻ നമുക്ക് വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല. കൊടുത്ത യൂണിറ്റിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ TOD ഉള്ള സ്ഥലത്ത് TOD ഏറ്റവും റേറ്റ് കൂടിയ നിരക്കിലായിരിക്കും നമ്മളെ ബാലൻസ് എമൗണ്ടിനെ കൂട്ടുക. എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 10 യൂണിറ്റ് ഇലക്ട്രിസിറ്റി കൊടുത്തു. നൈറ്റിൽ അതേ 10 തിരിച്ചെടുക്കുകയാണെങ്കിൽ 0 തന്നെയാണ്. നമ്മൾ 15 യൂണിറ്റ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ 5 യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ, അല്ലെങ്കിൽ ഇനി അവർ കൊണ്ടുവരാൻ പോകുന്ന 11 മണി വരെ, ആ വരുന്ന സമയത്ത് എത്രയാണോ യൂണിറ്റിൻ്റെ റേറ്റ് ആ റേറ്റിന് ആനുപാതികമായിരിക്കും ഇതിന് ബില്ല് തരാം. എന്ന സ്ഥാനത്ത് നമുക്ക് ആ സമയത്ത് നമ്മൾ 3 ഉപയോഗിച്ചിട്ടുള്ളൂ, ബാക്കി 2 നമുക്ക് നൈറ്റിലാണെങ്കിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ബാലൻസ് യൂണിറ്റിനെ ഈ റേറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് അവർ പുതിയ കൊണ്ടുവരാൻ പോകുന്ന പുതിയ നിയമങ്ങളൊക്കെ. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിനൊക്കെ അപ്പുറം നാളെ പ്രൈവറ്റ് സംവിധാനങ്ങളൊക്കെ വരാം. നമ്മൾ BSNL ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു സമയത്ത് അവർ അണ്ടറിലായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മാറ്റം വരുത്തി പിന്നെ നമ്മൾ പ്രൈവറ്റ് ആണെന്നല്ലോ. അപ്പോൾ എത്രത്തോളം നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നുള്ളത് നമുക്കറിയാമല്ലോ. അതേമാതിരി സംവിധാനം KCBയിലും വരാതിരിക്കില്ല. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതാണ് നമ്മൾ 2030-35 ആകുമ്പോൾ അങ്ങനെ കുറേ വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കാരണം നമ്മൾ 2010 പ്ലാൻ ചെയ്യുന്ന സമയത്ത് സോളാർ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നിന്ന് ഈ ലെവലിൽ എത്തിയെന്നല്ലോ. അപ്പോൾ എന്തായാലും 10 വർഷം കൂടി കഴിയുമ്പോൾ നല്ലൊരു അപ്ഡേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ 2030 തന്നെ പല വിഷയങ്ങളും ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും വലിയ വലിയ പുറത്തുള്ള ആളുകൾ വലിയ വലിയ കമ്പനികളൊക്കെ പലതും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വരാനുള്ള സാധ്യത തന്നെ നമ്മൾ. ഇത്രയും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും പുതിയ വീട് വെക്കുന്നവർ സോളാർ ചൂസ് ചെയ്യുന്നുണ്ടോ? എല്ലാവരും മിനിമം സോളാർ ഇല്ലാതെ ഒരു വീട് ഇപ്പോൾ പോകണമെന്നില്ല. കാരണം അവർക്കറിയാം നോർമലി ഇപ്പം എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ KCB നമുക്കൊന്നും തന്നില്ലെങ്കിലും നമ്മളെ ബില്ലിനെ എങ്ങനെ 0 ആക്കി കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ് ചർച്ച. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന അധിക വീടുകളും ഒന്ന് ഓൺ ഗ്രിഡ് എന്നുള്ള പർപ്പസിന് ഹൈബ്രിഡ്ക്ക് മാറാൻ തുടങ്ങി. ഹൈബ്രിഡ് ആകുമ്പോൾ എന്തായാലും ഒരു വീട്ടിന് പവർ ഫെയിലിയറിലുള്ള ഇഷ്യൂസാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കുമ്പോൾ ഏത് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ആണല്ലോ നമ്മളെ ആവറേജ് പിന്നെ ഉള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഒരു ബേസിക് മോഡൽ വണ്ടി എടുക്കുന്നതും ഒരു ഫുൾ ഓട്ടോമേഷൻ എടുക്കുന്നതും വ്യത്യാസമുണ്ടല്ലോ. ഒരു ഫുൾ ഓപ്ഷൻ എടുക്കുമ്പോൾ എന്തായാലും അതിൻ്റെ പേര് എന്ന് പറഞ്ഞ മാതിരി ആളുകളിപ്പോൾ ചൂസ് ചെയ്യാന്നുള്ളപ്പോൾ ഒരു 50% ആവറേജ് നിൽക്കുന്നത് ഹൈബ്രിഡ് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ആവറേജ് പിന്നെ ആളുകൾ മാറ്റി ചിന്തിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ KCB ഇഷ്യൂസ് വന്നപ്പോൾ ഹൈബ്രിഡ് വേണം, ഇനിയിപ്പോൾ അത് നാളെ ഭാവിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് തന്നെ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ 5 കിലോവാട്ട് ഉണ്ട് നിൽക്കുക. 5 കിലോവാട്ട് നമ്മൾ ഓൺ ഗ്രിഡ് വെച്ചാൽ ഹൈബ്രിഡ് വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് അതിന് 10 ബാറ്ററി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ KCB വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാൻ നമുക്ക് പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ 2010 മുതൽ 2015-16 വരെ വിത്തൗട്ട് ഇലക്ട്രിസിറ്റി താമസിച്ച ഒരാളാണ്. എന്നെ സംബന്ധിച്ച് വർക്കൗട്ട് ആവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളത് ട്രയൽ ചെയ്തതിന് ശേഷമാണ് ഓൺ ഗ്രിഡ് സോളാറിന് വരുന്നതും ഇലക്ട്രിസിറ്റി കൊടുക്കാനുള്ള സംവിധാനം വരുന്നതും ഇപ്പോൾ ഹൈബ്രിഡിൽ എത്തിക്കുന്നത്. ഞാൻ എൻ്റെ വീട് ഓട്ടോമാറ്റിക് ഹൈബ്രിഡിലേക്ക് മാറി. കാരണം ഒന്നാമത് ജനങ്ങൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എത്രത്തോളം ഇത് വർക്കൗട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് അപ്ഡേഷനാണോ വരുന്നത് അതിൻ്റെ പിന്നാലെ നമ്മൾ പോകാറുണ്ട്. ഞങ്ങളുടെ കമ്പനി 2 കമ്പനി ഉണ്ട് ഞങ്ങൾക്ക്. നെസ്ട്രോ ഒന്ന്, അതേമാതിരി റിസ്റ്റോ റിസ്റ്റോ എന്ന് പറഞ്ഞ കമ്പനി ഞങ്ങൾ അദാനി പോലത്തെ വലിയ മേജർ വർക്കൊക്കെ എടുക്കുന്നത്. ഇൻസ്റ്റാളേഷൻ പാർട്ടിൽ ഞങ്ങളുടെ മദർ കമ്പനി നെസ്ട്രോ ആണ്. അതുകൊണ്ട് തന്നെ 2 കമ്പനി ഞങ്ങളെ സെയിമാണ്, 2 പാർട്ടിൽ പോകുന്നതെന്നുള്ളൂ. പിന്നെ നേരത്തെ സാർ ചോദിച്ച ഡൗട്ടാണ് ഹൈബ്രിഡ് വിത്ത് ഓൺ ഗ്രിഡിൽ. ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞ പർപ്പസിൽ നമുക്ക് KCBൻ്റെ ബില്ലിനെ കുറക്കുക എന്നുള്ള സൊല്യൂഷൻ മാത്രമാണ്. അത് പവർ ഫെയിലിയർ വന്നാൽ നമ്മളെ വീട് രാവിലെ 0 ആയിരിക്കും. സോളാർ പാനലിന് പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് ഉപയോഗിക്കാം. കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ആ ടെൻഷനില്ല. വീട്ടിലേക്ക് കയറി വരുമ്പോൾ കറണ്ട് ഉണ്ടോ ഇല്ല എന്നുള്ള സംശയിക്കേണ്ട ആവശ്യമില്ല. ബാറ്ററി നമുക്കിപ്പോൾ ലിഥിയം ബാറ്ററി പുതിയ ടെക്നോളജി സാധാരണ ലെവലിൽ നമുക്ക് നിലവിലുണ്ടായിരുന്ന ലെഡ് ആസിഡിൻ്റെ ബാറ്ററിൻ്റെ ഒക്കെ ഒരു
രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഒന്ന് വെള്ളം ഒഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത് ചാർജിങ് ഡിലേ, 10 മണിക്കൂറേലും മിനിമം ടൈം വേണം ഒരു C10 കാറ്റഗറിയുള്ള ബാറ്ററി ചാർജ് ആവാൻ. എന്ന സ്ഥാനത്ത് ഇപ്പം നമുക്ക് ഇത് ഒരു 1 hour കൊണ്ട് തന്നെ ഫുൾ ചാർജ് ആവും. അപ്പോൾ നമുക്ക് ഒരു രാത്രി ഉറങ്ങുന്ന ആൾ 10 മണിക്ക് കിടന്നു, 2 മണിക്കൂർ കറണ്ട് പോയി, തിരിച്ച് നമുക്ക് 1 മണിക്കൂർ കറണ്ട് കിട്ടിയാൽ വീണ്ടും ബാറ്ററി അതേ സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇല്ല. പിന്നെ അതേമാതിരി NRI നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ വീട് പൊട്ടി പോണവർക്ക് ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്യൽ വലിയ ടെൻഷനാണല്ലോ. വെള്ളം ഒഴിക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് കംപ്ലൈൻ്റ് ആയാൽ ആ ഇഷ്യൂസ് ഒന്നും ഇതിലില്ല. കമ്പനി ഈ ബാറ്ററിനെ കുറിച്ച് പറയുന്നത് തന്നെ നിങ്ങൾ ഉള്ളിൽ പ്ലാസ്റ്റർ ചെയ്ത് പോകാന്നുള്ളതാണ്. ഇതിലിപ്പോ ലിഥിയം ബാറ്ററി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് അത് വരുമ്പോൾ ഇപ്പോൾ ലോങ് ടേം രീതിയിൽ എത്രത്തോളം സോളാർ പ്രോഫിറ്റബിൾ ആവും? പ്രോഫിറ്റബിൾ ആണെന്ന് മെയിനായിട്ട് നമ്മളിപ്പോൾ വെക്കുന്ന ബാറ്ററിക്കൊക്കെ ഒരു 10 year കമ്പനി വാറണ്ടി വരുന്നുണ്ടെന്നാണ് ഒന്ന്. 10 വർഷം ഇപ്പോൾ നമ്മൾ നിലവിലുള്ള ബാറ്ററിക്ക് 5 വർഷം റീപ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോൾ വരുന്ന ഹൈബ്രിഡ് ഈ പറഞ്ഞ ലിഥിയം ബാറ്ററികളൊക്കെ 10 വർഷം ഓൺസൈറ്റ് വാറണ്ടിയുള്ള ബാറ്ററികളാണ് ഇപ്പോൾ വരുന്നത്. അത് കമ്പനി പറയുന്ന 6000 സൈക്കിൾ നമ്മൾ 0 to 100 ഡെയിലി ഡിസ്ചാർജ് ആണെങ്കിൽ തന്നെ 16 വർഷം പോകണം. അപ്പോൾ ഹൈബ്രിഡിൽ ഉപയോഗിക്കുമ്പോൾ അത് 3 ടൈം പോലും ഡിസ്ചാർജിങ് ഉണ്ടാവില്ല. നമുക്ക് അതിൻ്റെ പ്രവർത്തനം എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. ഡേ ടൈമിൽ കറണ്ട് ഇല്ലെങ്കിലും സോളാർ പാനലിന് ഡയറക്റ്റ് ഉപയോഗിക്കുന്നത്, ബാറ്ററി നമ്മൾ തൊടില്ല. എന്താണോ KSEB പാനലിൽ നിന്ന് കിട്ടുന്നത് അതിൽ കൂടുതൽ ലോഡ് വരണം, ഇലക്ട്രിസിറ്റിയും കൂടി ഇല്ലെങ്കിൽ മാത്രമേ ഡേ ടൈമിൽ ബാറ്ററി സപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ബാറ്ററി ആവശ്യം തന്നെ ഇല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നൈറ്റിൽ പവർ വരുന്ന ഈ പോകുന്ന സമയങ്ങൾ, കുറഞ്ഞ സമയം, എന്തായാലും ഇവിടെ നമ്മൾ 24 hours കറണ്ട് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, അതിനിപ്പോൾ നൈറ്റ് ഫുള്ളായിട്ട് ഉണ്ടാവില്ല, അതെല്ലാ ദിവസവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി എൻ്റെ ഒരു പഠനപ്രകാരം ഒരു 20-25 വർഷം എന്തായാലും ബാറ്ററി കിട്ടണം. അപ്പോൾ ഒരിക്കലും കസ്റ്റമറിനെ സംബന്ധിച്ചോ 5 kilowatt 2 lakhs അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് നഷ്ടമല്ല എന്നുള്ള ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, അത് നേരത്തെ തന്നെ ഉപയോഗിച്ച് വണ്ടിനെ ഉപയോഗിച്ച് നമ്മൾ ഫെസിലിറ്റി യൂസ് ചെയ്യുമ്പോൾ അതിന് ക്യാഷ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നഷ്ടമല്ലല്ലോ. നമ്മൾ പലരും പല രീതിയിൽ അത് ചൂസ് ചെയ്യണില്ലേ. അതുകൊണ്ട് തന്നെ അത് നഷ്ടമായിട്ട് ഞാൻ കാണുന്നില്ല. ഇനി അങ്ങനെ തന്നെ അടുത്ത ഭാവിയൊക്കെ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തേക്ക് ആവും വരാനുള്ള സാധ്യത. ആളുകൾ കോസ്റ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നത്തിലാണ് ഓൺ ഗ്രിഡ് ചൂസ് ചെയ്യുന്നത്. ഹൈബ്രിഡിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ ഹൈബ്രിഡിൻ്റെ പിന്നാലെ പോകും. ചിലപ്പോൾ എല്ലാം നല്ല നല്ല സംവിധാനം, നല്ല നല്ല കമ്പനികൾ വന്നു. നമ്മളെ കേരളത്തിൽ വീടിൻ്റെ കോസ്റ്റിൽ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട യൂണിറ്റിന് ഡിപ്പെൻഡ്. വീടിൻ്റെ ഈ ആളുകളുടെ ധാരണ സോളാർ വീടിൻ്റെ വലുപ്പത്തിന് ഡിപ്പെൻഡ് അല്ല, ഉപയോഗിക്കുന്ന ചൂസ് ചെയ്യുന്ന AC ഇതിനൊക്കെ ഡിപ്പെൻഡാണ്. ഒരിക്കലും നമ്മൾക്ക് ഒരു വീടിൻ്റെ വലുപ്പം കണക്കാക്കി അല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ നമ്മളൊരു മെയിൻ ലോഡുകൾ തന്നെ നമ്മൾ AC ലോഡാണ്. മറ്റുള്ള ലോഡൊക്കെ നോർമൽ ലോഡുകളല്ല. ഒരു പിന്നെ വാട്ടർ പമ്പ് നിർബന്ധമായിട്ട് വേണം, വാഷിംഗ് മെഷീൻ ഉണ്ടാവും, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നവരുണ്ടാവും, ഒക്കെ നോർമലായിട്ട് എല്ലാ വീട്ടിലുള്ള. പിന്നെ വീടിൻ്റെ സൈസ് കൂടുമ്പോൾ കുറച്ച് ലൈറ്റുകൾ കൂടും. ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്തായാലും ഉണ്ടാവും. EV വരുന്നതുകൊണ്ട് EVൻ്റെ ഒരു പ്രിഫറൻസ് അതുണ്ടാവും. അതേമാതിരി തന്നെ നമ്മൾ പിന്നെ വീടിൻ്റെ റൂമിൻ്റെ എൻഗേജ് ചെയ്യാൻ, അപ്പോൾ നമ്മൾ 2 റൂം ഉപയോഗിക്കുന്നവരുണ്ടാവും, 1 റൂം AC ഉപയോഗിക്കുന്നവരുണ്ടാവും, 3 റൂമുകളും. അപ്പോൾ എത്ര റൂമിൻ്റെ ഡിപ്പെൻഡ്. എന്നാലും ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ പുതിയ ടെക്നോളജിയിൽ ഈ പിന്നെ എന്താ പറയുക, നമ്മളെ ഇൻവെർട്ടർ AC ഒക്കെ വന്നതിൻ്റെ ശേഷം ഒരു നോർമൽ പിന്നെ കൂളിങ്ങിൽ ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 110 AC 7 മണിക്കൂർ ഉപയോഗിക്കാൻ 4 യൂണിറ്റ് കറണ്ട് മാക്സിമം എടുക്കണുള്ളൂ. അത് കൂളിങ് ഡിപ്പെൻഡ്, ചെറിയ വേരിയേഷൻ 1/2 യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. എങ്കിലും അത് വളരെ ഒരു 10 kilowatt ഒരു വീട്ടിൽ ബാറ്ററി ഉണ്ടെങ്കിൽ നോർമലി ഒരു കറണ്ട് പോയാൽ വീട്ടിൽ AC 2 വർക്ക് ചെയ്താൽ അറിയാവുന്നതാണ്. അല്ലോ, 1 മണിക്കൂർ കറണ്ട് കിട്ടിയാൽ മതി, ഇനി അല്ലെങ്കിൽ സണ്ണ് കിട്ടിയാൽ മതി, ബാറ്ററി വീണ്ടും തിരിച്ച് അതേ ഹെൽത്തി ആവും. അതില്ല ടെൻഷൻ, ഒറ്റ മണിക്കൂർ. അങ്ങനെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മായി, അതായത് എൻ്റെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വൈഫ് അമ്മായിയും, പിന്നെ അമ്മായിൻ്റെ മരുമോളെ ഉമ്മയും, രണ്ടാളും കൂടി നമ്മളെ വീട് കാണാൻ വന്നതാണ്. അപ്പം മരുമോളെ ഉമ്മ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിന്നുവാണ് ഇവിടെ റൂഹിമോള്. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഇന്നും ഒരു ബിസി ഡേ തന്നെയായിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.